ഹലോ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. വലിയ ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ 3 സ്റ്റേജായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വലിയ ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൂന്നും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. തക്കാളി നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. ഇനി ഈ മിക്സ് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉലുവ ഇടുക കേട്ടോ. ഉലുവൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ബാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇളക്കാൻ. പിന്നെ അതിലേക്ക് പെരുംജീരകം പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കി അടി പിടിക്കാതെ തിളപ്പിച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കണ്ട. പിന്നെ നമ്മളിവിടെ പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ കഷ്ണമീനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ കഷ്ണമീനാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും വേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ 3rd സ്റ്റെപ്പ് ഇത് തൂമിച്ചെടുക്കലാണ്. അങ്ങനെ തൂമിച്ചും കൂടി എടുത്താൽ നമ്മൾ ടേസ്റ്റി മീൻകറി ഇവിടെ റെഡിയാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്താണെന്ന് പറയുക, ഇത്ര ടേസ്റ്റിൽ മീൻകറി ഞാൻ കഴിച്ചിട്ടില്ല, സത്യമാണ് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.